പല സ്ത്രീകളും മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഞാൻ ഇതിലൂടെ തന്നെ കടന്നു പോകണോ, ഇത് അവസാനിപ്പിക്കണോ, സൂയിസൈഡ് ചെയ്യണോ, വീട്ടിൽ ചെന്ന് നിൽക്കാന്ന് വിചാരിച്ചാൽ അവിടെ സഹോദരന്മാരും വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭാരം ആവില്ലേ എന്നുള്ളത്. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആര് നടക്കും, ഹസ്ബൻഡ് ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ടോക്സിക് ആണെങ്കിലും. അപ്പോൾ ഇത് സഹിച്ചു തന്നെ ഇവിടെ തന്നെ നിൽക്കണോ, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണോ, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. ഇനി ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ വീണ്ടും ഒരു വിവാഹം കഴിക്കണോ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ആകും എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഹസ്ബൻഡ് ഇവരെ എങ്ങനെയായിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സ്ത്രീകൾക്ക് ഒരു റിപ്ലൈ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയും നാളത്തെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് പല സ്ത്രീകളും ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അവരതിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു സൊല്യൂഷൻ, അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ, ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആകെ ഒരു കൺഫ്യൂഷനിലായിട്ടുള്ള ഒരവസ്ഥയിൽ, ആകെ പരിഭ്രാന്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, മനസ്സ് കലുഷമായിരിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പലരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, ജോത്സ്യനെ പോയി കാണാറുണ്ട്, പലരോടും ചെന്ന് ചോദിക്കും ഇങ്ങനെയാണ് അവസ്ഥ. ചിലർക്ക് ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ വീട്ടിൽ പറയുന്നുണ്ടായിരിക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, അടുത്ത നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന പലരുടെ അടുത്തും ഇവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല സൊല്യൂഷൻസ് പറയും. ഇവർ ആ സൊല്യൂഷൻസ് പറയുന്നത് അവരുടെ ലൈഫിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, അവരുടെ ഒരു കപ്പാസിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പറയുന്നത്. ചിലര് അവരെ ഒട്ടും സെൽഫ് ലവ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഹസ്ബൻഡ് അല്ലെങ്കിൽ പുറമേയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അത് ശരിവെച്ചിട്ട് അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായം ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അവരെ ഒരു വിക്റ്റിമായിട്ട് ജീവിക്കുന്ന ഒരാളോട് ചെന്നിട്ടാണ് അഭിപ്രായം ചോദിക്കുന്നതെങ്കിൽ അവർ പറയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ സഹിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. ചില ആളുകൾ തരുന്ന ഉപദേശം, കുട്ടികളൊക്കെ ഇത്രയായില്ലേ, ഇനി കുട്ടികളെയൊക്കെ നോക്കി ജീവിക്ക്, എന്തായാലും കർമ്മബലം ഇത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോഴായിരിക്കും ഈ പറയുന്ന ഒരു വ്യക്തിയും കുട്ടി തന്നെ ആയിരുന്നല്ലോ, അവരുടെ പാരൻസ് വളർത്തി ഇത്രയാക്കി കല്യാണം കഴിച്ച ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ പറയണ് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരിക്കില്ല കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് അവർക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഇവരിതെന്തൊക്കെയാണ് ഈ പറയുന്നത്. പഴയ ആളുകളോട് ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണോ ജീവിച്ച് വളർന്നു വന്നതെല്ലാം സഹിച്ചും ക്ഷമിച്ചും എങ്ങനെയാണോ വന്നത്, ആ ഒരു സെയിം റിപ്ലൈ തന്നെയായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത്. ചില വ്യക്തികൾ പറയും ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഒരിക്കലും അങ്ങനെ അവിടെ നിൽക്കരുത്, അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ഉപദേശം കൊടുക്കുന്ന വ്യക്തി നല്ല ബോൾഡും സ്ട്രോങ്ങും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇനി ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരും വരായികകൾ എന്തൊക്കെയാണെന്നും അതിനെ ഫേസ് ചെയ്യാനുള്ള കഴിവും ആ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഉപദേശം കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പാവമായിരിക്കും, സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരിക്കില്ല, അത് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്. ഒരു ചെറിയ കാര്യം പറയുമ്പോൾ തന്നെ കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഓരോ വ്യക്തിയും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ അതിനും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന സാധാരണ ആളുകളോട് നിങ്ങൾ ചെന്നിട്ട് ഉപദേശം ചോദിക്കരുത്. നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു ലൈഫ് കോച്ചിനെയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണലിനെയോ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് പനി വരുന്നു, അല്ലെങ്കിൽ പല്ലുവേദന വരുന്നു, ഹാർട്ടിന് എന്തെങ്കിലും അസുഖമുണ്ട്, ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്നിട്ടല്ലല്ലോ പറയുന്നത്. നമ്മൾ അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ടിട്ട്, എന്താണ് പല്ലാണെങ്കിൽ പല്ല് ഡോക്ടറിനെ കാണും, കണ്ണാണെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറിനെ കാണും, അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യുന്നത്. ലൈഫും ഇതുപോലെ തന്നെയാണ്. എല്ലാവരും ലൈഫിന് ചിലപ്പോൾ ഭയങ്കര വില കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് കണ്ണീ കണ്ടിട്ടുള്ള ആളുകളോട് ചിലപ്പോൾ അവർ തന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും, ചിലപ്പോൾ അവർ തന്നെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ചിലരോട് ചെന്നിട്ടായിരിക്കും അഭിപ്രായം ചോദിക്കുന്നത്. ചില റിലേഷൻഷിപ്പ് നമ്മൾ പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് ചെന്ന് ഉപദേശം ചോദിക്കാതെ
അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് മാത്രമേ നിങ്ങൾ ഉപദേശം സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു മനസ്സമാധാനത്തിനും മനസ്സിലുള്ള വിഷമങ്ങൾ പോകാനും നമുക്ക് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ വിഷമങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. പാരൻസിൻ്റെ അടുത്ത് ഇമോഷണലി നമുക്ക് അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ അടുത്ത് വിഷമങ്ങൾ പങ്കുവയ്ക്കാം. പലരിൽ നിന്നും നമുക്ക് പല ഉപദേശങ്ങളും കിട്ടും. പക്ഷെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപദേശങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വേറൊരാൾ പറയുന്നത് അതേപടി തന്നെ നമ്മൾ അനുസരിക്കരുത്. കാരണം ആ പറയുന്ന ആൾക്ക് അതിൻ്റെ എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു അറിവ് അവർക്കുണ്ടായിരിക്കും, പക്ഷെ നമുക്കുണ്ടായിരിക്കില്ല. സോ എല്ലാവരിൽ നിന്ന് നമുക്ക് ഉപദേശം കേൾക്കാം, പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം. വിവാഹം കഴിച്ച് ഡൈവോഴ്സായി എന്നിട്ട് അടുത്ത ഒരു വിവാഹം കഴിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരുടെയും ഉള്ളിലുണ്ടായിരിക്കും. ചിലർ ആദ്യത്തെ റിലേഷൻഷിപ്പ് പേടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയെ പോലെ വീണ്ടും അങ്ങനെ ആകുമെന്ന് പേടിച്ചിട്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്ക് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ബേസിക് നീഡ് പോലെ തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ സ്കൂളിലും കോളേജിലൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാറില്ല. അപ്പോൾ അത് ഒരു മോശപ്പെട്ട ഒരു സംഭവം പോലെയാണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സെക്സ് എന്നുള്ളൊരു വാക്ക് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നല്ല കുട്ടികളൊന്നും അങ്ങനെ ചിന്തിക്കില്ല, അതിനെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല എന്നൊക്കെ ഉള്ളൊരു മെസ്സേജാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് നമ്മൾ ബയോളജി ക്ലാസ്സിൽ ഈ ഒരു പ്രത്യുൽപാദനം എന്നൊക്കെ പറയുന്ന കാര്യം പഠിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത അണ്ടം, ബീജം, അങ്ങനത്തെ കുറേ ബയോളജിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാറിനാണെങ്കിലും അത് കറക്റ്റായിട്ട് പറയാനൊക്കെ അവർക്ക് ഒരു ചമ്മലായിരിക്കും. ഇത് വീട്ടിൽ അച്ഛനോടും അമ്മനോടും കൂടുതൽ ചോദിക്കൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ തടിതപ്പാറുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു അറിവില്ല. അതുകൊണ്ട് തന്നെ ഇത് സംസാരിക്കുന്നത്, പണത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ്, സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട പല കാര്യങ്ങളും മോശമാണെന്നൊക്കെ ഉള്ളൊരു അഭിപ്രായമാണ് നമ്മൾക്ക് സമൂഹത്തിലെ കണ്ടീഷനിങ്ങിൽ നിന്ന് നമ്മളുടെ മനസ്സിലോട്ട് ആ ഒരു സമയത്തൊക്കെ പോകുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികളോടൊന്നും സംസാരിക്കില്ലായിരുന്നു. ഞാനെന്നല്ല, പൊതുവെ അങ്ങനെ ആൺകുട്ടികളോട് സംസാരിക്കില്ല. അതുപോലെ തന്നെ ആർത്തവം എന്താണെന്നുള്ളത് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്താണ്, അതിൻ്റെ കുറച്ച് മുന്നേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനായപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അന്നേരം പാരൻസ് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിരുന്നു, എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വളർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കും. അതായത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ്. പിന്നെ നമുക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു സാധനമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക, ആത്മാഭിമാനത്തിൽ ജീവിക്കുക, നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക, സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിങ്, ഇങ്ങനത്തെ കുറേ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ വീട്ടിലൊന്നും പറഞ്ഞു തരാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയും നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രശ്നമാകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ടോക്സിക് റിലേഷൻഷിപ്പിൽപ്പെട്ട ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇവരെൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് പൈസ വേണമല്ലോ, അത് ആര് തരും? വീട്ടിൽ ചെന്നാൽ അവിടെ ബ്രദേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകോ, പാരൻസിന് ബുദ്ധിമുട്ടാകോ, അങ്ങനത്തെ കാര്യങ്ങൾ. ആ സമയത്താണ് ഇവർ ചിന്തിക്കുന്നത്, ഞാൻ സ്വന്തം കാലിലല്ലോ, എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് വരുമാനം ഇല്ലല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു നീഡ് ഉള്ളത് കൊണ്ട് ഇതിൽ തന്നെ തൂങ്ങിക്കിടക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള സാധനം എന്താണെന്നും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പണ്ടൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിൽ അവർ വരുന്നു, ചായ കൊടുക്കുന്നു, വിവാഹം കഴിക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയാണല്ലോ. ഇവരെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ നമ്മൾ പാരൻസ് ചെന്നിട്ട് വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ പുറമേ ഉള്ളൊരു അഭിപ്രായമായിരിക്കും പറയുന്നത്. പക്ഷേ നമ്മളവിടെ പേടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു സംഭവം. കാരണം പുറമേ നമ്മൾ ഒരാളെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും പുറത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ ഓക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല. ചില പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനത്തെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD എന്ന് പറയും. ഇത് ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ
ഇപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ വരുന്ന സമയത്ത് NPD ഉള്ള ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടിക്കോ എന്ന് പറയാനായിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത് ഈ ഒരു സാധനമാണ്. കാരണം നമുക്കറിയാം ഈ NPD ഉള്ള ആളുകളൊന്നും ജീവിതത്തിൽ മാറാൻ പോകുന്നില്ല, മാറിയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ സെൽഫ് എംപവർമെന്റ് എന്ന് പറയുന്ന നമ്മളെ തന്നെ എംപവർ ചെയ്യുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരിക്കണം, ഒരു വരുമാന സ്രോതസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, സെൽഫ് ലവ്, കോൺഫിഡൻസ്, കുറേ കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ആളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ NPD എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവന് തന്നെ അപകടമാണ്. ചില സ്ത്രീകൾ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയിട്ട് സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ വന്നിട്ട് വരാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന്റെ കുറച്ച് സ്വഭാവമൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും NPD. അപ്പൊ അവർക്ക് അറിയില്ല NPD എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പേര് മാത്രമാണ് പറഞ്ഞത്. ഇതുപോലത്തെ ഇഷ്ടം പോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുടെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NPD ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് അവരുടെ കൂടെ ജീവിക്കരുത്, എങ്ങനെയെങ്കിലും അവിടുന്ന് ജീവനം കൊണ്ട് ഓടുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് അതിൻ്റെ ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾ, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടവരോട് എന്ത് പറയാനാണ്? അത് അവരിപ്പോഴല്ല, നമുക്കൊരു പ്രശ്നം വരുമ്പോഴല്ല ഇതൊന്നും ചിന്തിക്കേണ്ടത്. അതിക്ക് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ഒരു ചിന്ത നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കൂ, കുറേ മാർക്ക് വാങ്ങിക്കൂ, എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യൂ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെയാണ് നമുക്ക് മാക്സിമം അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ജോലിയില്ല, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒരു ഷെൽട്ടർ, നമ്മുടെ ബേസിക് നീഡിനുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളൊരു നോളജ് നമുക്കില്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മളുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലർ പെട്ടുപോകുന്നത്. ഈ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അപ്പോൾ അവർക്ക് അടുത്തൊരു വിവാഹം കഴിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുക, നമ്മൾ അടുത്തൊരു വിവാഹം കഴിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആദ്യം അവനവനോട് തന്നെ ചോദിക്കുക. അപ്പോൾ 2 പർപ്പസാണ് നമുക്ക് മെയിനായിട്ട്. ഇപ്പോൾ പല കേസിലും 2 പർപ്പസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെക്ഷൽ നീഡാണ്, രണ്ടെന്ന് പറയുന്നത് സെക്ഷൽ നീഡല്ല, ഒരു കൂട്ട് വേണം എന്നുള്ളത്. ഈ കൂട്ട് വേണം എന്നുള്ളത് ചില ആളുകൾ വിചാരിക്കും എന്തിനാണ് കൂട്ട്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ പലരുടെയും കാര്യമൊക്കെ പറയും. പക്ഷേ ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് അവരെപ്പോഴും അവൈലബിൾ അല്ല, വീട്ടുകാരാണെങ്കിലും അവൈലബിൾ അല്ല. നമുക്ക് ചിലർക്ക് ഒറ്റക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, എപ്പോഴും ഒരു കൂട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു കൂട്ടിന് വേണ്ടി ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒരു 70s നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ 60s നിൽക്കുന്നത്, 80s നിൽക്കുന്നതാണെന്ന് വിചാരിക്കും, അവർ ചിലപ്പോൾ ഒക്കെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ആ ഒരു സെക്ഷൽ നീഡ് അല്ലായിരിക്കും. നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു കൂട്ടെന്നുള്ള രീതിയാണ്. കാരണം മക്കൾ അവരുടേതായ തിരക്കിൽ വേറെ സ്ഥലത്തായിരിക്കും, ഇവരുടെ വീട്ടിൽ നിന്ന് മാറിയായിരിക്കും താമസിക്കുന്നത്. അവർ താമസിക്കുന്ന സ്ഥലത്ത് വേറെ ആരും ഉണ്ടായിരിക്കില്ല. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു പെയിന് മനസ്സിലാവുള്ളൂ. ആ ഒരു ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് സെക്ഷൽ നീഡ്. അപ്പോൾ ഈ സെക്ഷൽ നീഡ് എന്നുള്ളൊരു സാധനം പലർക്കും അത് വീട്ടിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു കൂട്ടിന് വേണ്ടി വിവാഹം കഴിക്കുക എന്നുള്ളത് ചിലർ പറയാറുണ്ട്. പക്ഷേ സെക്ഷൽ നീഡിന് വേണ്ടി അപ്പോൾ അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത് മോശമല്ലേ, അങ്ങനെ കരുതുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ വിവാഹം കഴിക്കാതിരിക്കും. നമ്മൾ ചുറ്റുപാടും ചില വിഹിതങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ന്യൂസിൽ, യൂട്യൂബിൽ തന്നെ പല ന്യൂസിലും ഒളിച്ചോടി പോയ കഥ, മറ്റുള്ളവർ വഞ്ചിച്ച കഥ, കുട്ടീനെ കൊന്ന കഥ, അങ്ങനെ പല ക്രൂവലായിട്ടുള്ള പല സാധനങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ നീഡ് ഉണ്ടെങ്കിൽ അത് അവനവന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളുടെ നീഡ് എന്താണോ ആ നീഡ് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നീഡുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക തന്നെ വേണം. അങ്ങനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിന് ചിലപ്പോൾ അവർക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റൂല. അപ്പം നിയന്ത്രിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇവർ ചില കുരുക്കിലൊക്കെ ചെന്ന് പെടുന്നത്. ചിലപ്പോൾ ആദ്യത്തെ റിലേഷൻഷിപ്പിനേക്കാളും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും പിന്നെ ചെന്ന് പെടുന്നത്, വിവാഹം കഴിക്കാതെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ചില അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ, സെക്ഷൽ നീഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിവാഹം കഴിക്കണം. ഇനി കൂട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകളൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ചില ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകൾ, അതായത് ഒരു 50 വയസ്സോ അല്ലെങ്കിൽ 60 വയസ്സോ ആ സമയത്തൊക്കെ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയതായിരിക്കാം. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ചില ജനറേഷനൊന്നും അത് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ മുന്നത്തെയൊക്കെ ചില ജനറേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വീണ്ടും ഒരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നതും, അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും, അവരുടെ മുന്നിൽ സ്ഥാനം പോകോ, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഒരു കൂട്ടം അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, സെക്ഷൽ നീഡ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവരെ തന്നെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാതെ അത് മറച്ചു വെച്ചിട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ഇവര് ശരിക്കും അവരുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വില്ലത്തിയാവുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവർ തിരിച്ചും ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യും. അത് കഴിഞ്ഞ് മക്കൾ വലുതായി വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും മക്കൾ അവരുടെ ഭാര്യമാരെയൊക്കെ ചിലപ്പോൾ ശത്രുക്കളെ പോലെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ശത്രുക്കളെ പോലെ കണ്ടിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോൾ ചില കേസിലൊക്കെ അവർ പറയുന്നതാണ്, ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോൾ അമ്മായിയമ്മയായിരിക്കും വാതിൽ തുറന്നു കൊടുക്കുന്നത്. കാരണം ഭാര്യ വാതിൽ തുറന്നു കൊടുക്കുന്നത് അമ്മായിമ്മക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മക്കൾ ചെന്ന് വാതിൽ ഓപ്പൺ ചെയ്യുന്നത് അമ്മായിമ്മക്ക് ഇഷ്ടമല്ല. കാരണം ഇവർ പണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഭർത്താവ് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നതും, ഇവരുടെ കുറേ മനസ്സിലുള്ള പ്രതീക്ഷകളൊക്കെ നടക്കാതെയാണ് അവർ ജീവിക്കുന്നത്. അത് ഇവർ തീർക്കുന്നത് മുഴുവനും മരുമക്കളുടെ മേത്തായിരിക്കും തീർക്കുന്നത്. ചില കേസിൽ ഇപ്പം ഞാനിങ്ങനെ വാതിലിൻ്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തമാശയാണെന്ന് വിചാരിക്കും. അറിയാവുന്ന കേസാണ്. അതായത് ഭർത്താവ് വരുമ്പോൾ ഭാര്യയും മക്കളും, ചെറിയ മക്കള്, അവർ വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മായിമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അകത്തുനിന്ന് താക്കോലിട്ട് പൂട്ടും. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ബെല്ലടിക്കുമ്പോൾ താക്കോലിരിക്കുന്നത് അമ്മായിമ്മയുടെ കയ്യിലല്ലേ, അപ്പം അമ്മായിമ്മക്കല്ലേ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ അത്രയും ടോക്സിക് ആയിട്ടുള്ള അമ്മായിമ്മമാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആവശ്യം അത് അവർ മനസ്സിലാക്കുക. ഇവരെന്തിനാണ് അമിതമായിട്ട് മക്കളുടെ കാര്യത്തിലും കൊച്ചുമക്കളുടെ കാര്യത്തിലും ശരിക്കും മകന്റെ ജീവിതം ഇവർ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ആ കൊച്ചുമക്കളുടെ ആണെങ്കിലും ആ ഭാര്യയുടെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവരുടെ ഡിവോഴ്സിന് തന്നെ ഈ അമ്മായിമ്മ കാരണമാകും. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം ഇവർ സോൾവ് ചെയ്യുക. ഇവർക്ക് ഒറ്റപ്പെടലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഹൈഡ് ചെയ്ത് വെക്കൂലേ, ആ ഹൈഡ് ചെയ്ത് വെക്കുന്നത് മക്കളെങ്കിലും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇവരായിരിക്കും പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വില്ലത്തിയായി മാറുന്നത്. ഇനി ഡിവോഴ്സ് ആയ കേസ്, അവർ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരു സെക്ഷൽ നീഡ് ഉണ്ട്, ഒരു കൂട്ട് വേണമെന്നുണ്ട്. പക്ഷേ ഇവർക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 പെൺകുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ പെൺകുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ ഈ അമ്മമാരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പല ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഈ പെൺകുട്ടികളെ അടുത്ത പുതിയതായിട്ട് വരാൻ പോകുന്ന ഹസ്ബൻഡ് എങ്ങനെയായിരിക്കും കാണുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അന്നേരം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. പക്ഷെ സന്തോഷത്തിന് വേണ്ടി വിവാഹം കഴിച്ചിട്ട് അവസാനം അയ്യോ എൻ്റെ മോള് ഇയാൾ എങ്ങനെയാണ് കാണുന്നത്, ഇത് ആ സന്തോഷത്തിനേക്കാൾ ഉപരി അവർക്ക് ആങ്സൈറ്റി, ഫിയർ, ടെൻഷൻ, ഇങ്ങനെ വേറെ ഒരു ഇമോഷനായിരിക്കും അവർക്ക് ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നത് നമ്മുടേതായ ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു പ്ലഷറിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആലോചിക്കാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, അയ്യോ എൻ്റെ മോള് ഇവരോട് ഇയാൾ പെരുമാറുന്ന രീതി, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ഉത്തരത്തിലിരിക്കണത് എന്താണ് പറയണത്, അത് എടുക്കുകയും വേണം, കഷ്ടത്തിലിരിക്കണത് പോകാനും പാടില്ല, അങ്ങനെ പറ്റൂല. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നമുക്ക് ഏതാണ് കൂടുതൽ പ്രയോറിറ്റി എന്നുള്ളത്. ബിക്കോസ് ഇപ്പോൾ ഒരു കുട്ടിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും പാരൻസ് വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു പാരന്റ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ലേ കുട്ടീനെ? അപ്പോൾ നമ്മൾക്ക് ആദ്യം ഉണ്ടായത് കുട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ഇഷ്യൂ അല്ലേ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഏബിൾ ആകുന്നത് വരെ അവരുടെ ലൈഫ് നമ്മളിലൂടെയാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ കുട്ടീനെ നോക്കി വളർത്തുക. നമ്മൾ ഒരാളെ ക്ഷണിച്ചുകൊണ്ട് വന്നതുപോലെ അല്ലേ കുട്ടി ഉണ്ടായത്. ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവഗണിക്കാൻ പാടുണ്ടോ? അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാലും ഞാൻ പറയുന്നതാണ്, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം പാരൻസിനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്ലഷറിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ടെൻഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ
വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിചാരിക്കും അയ്യോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ നീഡ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരു എനർജീനെ ഒരു ഫോമിൽ നിന്ന് നമുക്ക് വേറൊരു ഫോമിലോട്ട് നമുക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്പിരിച്വാലിറ്റി, സെൽഫ് അവെയർനെസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലോട്ട് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. കാരണം നമുക്ക് ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സാധനമാണ്. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഒന്ന് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, ചിലർ മൊറാലിറ്റി അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, റിയാലിറ്റി അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുന്നവരെന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലഷർ എവിടെ നിന്ന് കിട്ടുമോ അതിൻ്റെ പുറകെ ആദ്യം തന്നെ അവർ കൺസിഡർ ചെയ്യുന്നത് ആ പ്ലഷറിനെ ആയിരിക്കും. ചിലർ മൊറാലിറ്റി ആയിരിക്കും, അതായത് ഇതാണല്ലോ ശരി, ഇതാണല്ലോ മാന്യത, ശരി തെറ്റ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഭയങ്കരമായിട്ടുള്ള മൊറാലിറ്റി ആയിരിക്കും. ചിലരാണെങ്കിൽ റിയാലിറ്റി, നമ്മുടെ റിയൽ ലൈഫിൽ വേണ്ടത് നമ്മളുടെ ലൈഫ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കി പോകുന്നവർ. അപ്പോൾ ഇതിനെ മൂന്നിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എപ്പോഴും നമ്മൾ പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ പുറകെ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സെക്സിലൂടെ കിട്ടുന്നത് ഒരു പ്ലഷറാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിനേക്കാളും ഉയർന്ന പടിയിലുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിൽ കണ്ടെത്തണം. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, പാഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫോഴ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമ്മളുടെ ആ ഒരു ഹയർ പർപ്പസിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കാൻ പറ്റും, എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും, ആ രീതിയിൽ ഈ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മളുടെ എനർജീനെ മറ്റേതിലോട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും പേർക്ക് മനസ്സിലാവാനായിട്ട് വഴിയില്ല, കാരണം അത് വേറൊരു തലത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊന്നൊരു സമ്മറിയിലോട്ട് വരാം. അതായത് വിവാഹം കഴിച്ചു, ഡിവോഴ്സായി, ഇനി അടുത്തൊരു വിവാഹം വേണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടുത്തെ നമ്മളുടെ ഒരു നീഡ് എന്ന് പറയുന്നത് ഒന്ന് സെക്ഷൽ നീഡ് ഉണ്ട്, നമുക്കൊരു കൂട്ട് വേണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു പെൺകുട്ടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ടെൻഷനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ടെൻഷനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കാതിരിക്കുക. അപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ ഒരു ഹയർ പർപ്പസ് എന്താണ്, അതിലോട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള അവെയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് നമ്മൾ കളയണമെന്ന് വിചാരിക്കും, ഈ കുട്ടീനെ നോക്കാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മളുടെ ലൈഫ് കളയണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തത്, അപ്പം നീ വലുതാവുമ്പോൾ എന്നെയും നോക്കണം എന്ന് ഉള്ളൊരു സാധനത്തിലല്ല നമ്മൾ ശരിക്കും അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്, ശരിക്കും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളുടെ മകളോട് ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ഒരു ചിന്ത പോകരുത്. അതായത് രണ്ടാമത് പെൺകുട്ടികളാണെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അയാൾ മോശമായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് പോകരുത്. എത്രയോ നല്ല ആളുകളുണ്ട്. ഇപ്പം ഞാൻ തന്നെ പല കേസസിലും ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ചില ക്ലയൻസിൻ്റെയൊക്കെ രണ്ടാനച്ഛന്മാരാണ്, അവർ ഭയങ്കര സ്വന്തം അച്ഛനെ പോലെ നോക്കിയതെന്ന് പറയുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്, നല്ല ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇങ്ങനൊരു കേസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പലരും അത് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണത്. അല്ലാതെ എല്ലാവരും അങ്ങനെ ചീത്ത മനുഷ്യന്മാരൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ നല്ല അച്ഛന്മാരും ഉണ്ടായിരിക്കും, സ്വന്തം മകളെ പോലെ നോക്കുന്നത് ഉണ്ടായിരിക്കും. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, അതായത് സന്തോഷത്തിന് വേണ്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിക്കാതിരിക്കാനാണ് നമ്മൾ വിവാഹം രണ്ടാമത് കഴിക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ അത് ആ ഒരു ഡിസിഷനിലോട്ട് നമ്മൾ എത്തിയത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാകും. അപ്പോൾ ആ ടെൻഷൻ അടിക്കണേലും ഭേദം അല്ലാതെ ജീവിക്കുന്നതാണല്ലോ. അപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത വിവാഹം വേണ്ടെന്ന് വെക്കുന്നത്. നമ്മളുടെ സന്തോഷമാണ് ഈ കുട്ടീനെ നോക്കുക എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുട്ടീനെ നോക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഇത് എനിക്കൊരു ബാധ്യതയാണ്, അപ്പോൾ ഈ കുട്ടീനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യണം, അപ്പോൾ ഇവള് വലുതാവുമ്പോൾ ഇവളെ എന്നെ തിരിച്ചു നോക്കണം. നമ്മളിങ്ങനെ കേൾക്കാറില്ലേ 10 മാസം ചുമന്ന് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. അങ്ങനെയൊന്നും നമ്മൾ കുട്ടികളെ നമ്മൾ ശരിക്കും അൺകണ്ടീഷണലിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്ക് വേണമെങ്കിൽ കുട്ടീനെ വേണ്ടെന്ന് നോക്കായിരുന്നല്ലോ, നമുക്ക് കുട്ടി ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നമ്മൾ കുട്ടി വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോൾ കുട്ടീനെ വേണ്ടെന്ന് വെക്കാനായിട്ട് ഒരുപാട് ഓപ്ഷനുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ അൺകണ്ടീഷണലി ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ കുട്ടികളെ വളർത്താനായിട്ട്. ഇനി അടുത്ത ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വിവാഹത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഇവിടെ ഞാൻ ഡിവോഴ്സിലോട്ട് പോകണമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുകളുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കും NPD ആണെന്നുണ്ടെങ്കിൽ
എൻ്റെ ഒരു മറുപടിയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത്. ഈ NPD എന്ന് പറയുന്നത് ഹസ്ബൻഡിന് മാത്രമല്ല, ആ വീട്ടിൽ വേറെ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ചില ആളുകൾ വൈഫ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അവർ വേറെ രാജ്യത്തായിരിക്കും ജീവിക്കുന്നത്, വേറെ ഫ്ലാറ്റിലായിരിക്കും, വേറെ സ്ഥലത്ത് മാറി താമസിക്കുകയായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അവർക്ക് ഹസ്ബൻഡിൻ്റെ സ്വഭാവം മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ ചില ആളുകളാണെങ്കിൽ മദർ ഇൻ ലോ ഉണ്ടായിരിക്കും, സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരിക്കും. ആ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെ സ്വഭാവമൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. ഇനി ചില കേസിൽ നല്ല നട്ടലുള്ള ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ചില കേസിൽ ഹസ്ബൻഡിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിനെ അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പേടിയാണ്. ചിലപ്പോൾ അമ്മായിമ്മനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവ് തന്നെയായിരിക്കും അത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇനിയും നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ ആയിരിക്കും പറയണത്. ചിലപ്പോൾ വെറുതെ പറയുന്നതായിരിക്കും, ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലാതെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളും കൂടി ആലോചിക്കൂ. ഈ ഹസ്ബൻഡിന് നിങ്ങൾക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ തരാനായിട്ട് മുന്നേ പറ്റിയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാരണവശാലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോർഗീവ് ചെയ്യാനും അതിനെ മറന്നു കളയാനും രണ്ടാമത് ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റണം. അപ്പം നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്, നല്ലൊരു കോച്ചിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ട ഉടനെ നമ്മൾ ചാടി പുറപ്പെടരുത് ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ വേറൊരാളുടെ വാക്ക് കേട്ടിട്ട് നമ്മളത് തകർത്ത് പോകരുത്. പിന്നെ നിങ്ങളൊരു ഡിസിഷൻ, ചില ആളുകളുണ്ട് ഭയങ്കരമായിട്ടുള്ള ഡിസിഷനൊക്കെ എടുത്ത് ചാടി പുറപ്പെട്ട് പോരും. എന്നിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ലൈഫിൽ ഭയങ്കര ടെൻഷനാണ്, ഡിപ്രഷനാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ അടുത്തോട്ട് വരുന്നത്. അപ്പം എന്താണ് സംഭവം? ഇവര് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ചാടിപ്പുറപ്പെട്ട് വന്നൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് നിന്നപ്പോഴാണ് വീട്ടുകാർ ചോദിക്കുന്നത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ മോള് വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ബ്രദർ ഉണ്ട്, ബ്രദർ കല്യാണം കഴിക്കുമ്പോൾ എന്താണ് പെങ്ങൾ പിണങ്ങി നിൽക്കുന്നത് അവർക്ക് മോശമാണ്. അന്നേരമാണ് ഇവർ ചിന്തിക്കുന്നത്, അയ്യോ എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നെന്ന്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ചാടിപ്പുറപ്പെട്ട് പോരരുത്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട്, ഞാൻ പറഞ്ഞില്ല, അവനവന് ഭക്ഷണം കഴിക്കാനുള്ളതും നമ്മുടെ കാര്യം നോക്കാൻ ഏബിളായിട്ടുള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള അവസ്ഥ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ എന്നെയും കുട്ടികളെയും എനിക്ക് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ നിങ്ങളോടൊരു ഇഷ്ടം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളോട് കമ്പാഷൻ കാണിക്കുക. വേറൊരാൾ കാണിച്ചില്ലെങ്കിലും നിങ്ങൾ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ഡെവലപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാനലിൽ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, സെൽഫ് ലവ് ചലഞ്ച് 21 ഡേയ്സ്. കറക്റ്റായിട്ട് സെൽഫ് ലവ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കും. ഇനി ഇന്നത്തെ കാലത്ത് നമുക്കൊരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾക്ക് അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏത് ഏജിലാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ സ്വന്തം കാലിൽ നമ്മൾ നിൽക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ലൈഫിൽ നമ്മൾ പ്രയോറിറ്റി ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴേ ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾക്ക് തന്നെ കൊടുക്കണം. ഈ നമ്മൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര സെൽഫിഷ് ആകുന്ന കാര്യമല്ല കേട്ടോ. സെൽഫ് ലവും ഈ സെൽഫിഷ് ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നമ്മൾ തന്നെ നോക്കണം. അല്ലാതെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഹെൽത്ത് മോശമൊക്കെയിട്ട് പരാതിയും പരിഭവങ്ങളും പറയരുത്. അപ്പം അതുകൊണ്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ആദ്യം വരണം. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി, അത് കഴിഞ്ഞാൽ നമ്മളുടെ ജോലി, അത് കഴിഞ്ഞ് ബാക്കി ഏതെങ്കിലും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയൻറ്റ്, അപ്പോൾ അവർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് പറയുന്നത് അവരുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അവിഹിതമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് വിവാഹത്തിന് മുന്നാണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പല സ്ത്രീകളുടെ അടുത്ത് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണ്. ഇദ്ദേഹം അതിൽ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അങ്ങനെ ശീലിച്ച് അതിലൊരു രസം കണ്ടെത്തി ഇദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇമോഷനൊന്നുമില്ല. വൈഫ് എന്നുള്ളൊരു ഇമോഷനോ കുട്ടി എന്ന് പറയുന്ന ഇമോഷനോ ഒന്നുമില്ല. അയാൾക്ക് അയാളുടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ്. ആർക്കും ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം, ഇറങ്ങിപ്പോകാം, അങ്ങനത്തെ ഒരു കേസായിരുന്നു. അപ്പോൾ അത് അയാളോട്ട് ഡിവോഴ്സ് കൊടുക്കുകയില്ല, ഇവർ ഡിവോഴ്സ് ആവാനായിട്ട് സമ്മതിക്കുകയില്ല. ലാസ്റ്റ് ഇപ്പോൾ ഒരു 5-6 വർഷമൊക്കെ എടുത്തിട്ടാണ് അവരുടെ ഡിവോഴ്സ് നടന്നത്. വേറൊരു കേസിലെന്ന് പറയുന്നത് അയാൾ വിവാഹം കഴിച്ചത്
അയാളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചത്. കാരണം അമ്മ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ ആരും നോക്കാനില്ല, ഇദ്ദേഹം തന്നെ കിടന്ന് കഷ്ടപ്പെടണം. അപ്പോൾ ഇദ്ദേഹത്തിന് കഷ്ടപ്പെടാനും വയ്യ, ഒരു സെർവൻറ്റിനെ വെക്കാനും വയ്യ. സോ അമ്മക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിച്ച ഒരു മകൻ്റെ കാര്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് വരുന്ന സമയത്ത് ഇപ്പോൾ അവർ സെപ്പറേറ്റഡ് ആണ്. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ അമ്മയെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴും മകനെ ഞാൻ നിന്നെ വളർത്തി, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ അമ്മക്കാണെന്നുണ്ടെങ്കിൽ ഈ മകനെ കല്യാണം കഴിപ്പിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്, 30 കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് തന്നെ. കാരണം അമ്മക്ക് ഇദ്ദേഹത്തിന് വിവാഹം കഴിപ്പിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ അന്നത്തെ സമയത്ത് അമ്മ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയാനുള്ള ധൈര്യം ഈ മകനും ഇല്ലായിരുന്നു. അപ്പം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി യാത്ര മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തോന്നണ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, പാതിരാത്രിയൊക്കെ കയറി വരും. അതായത് 2 മണി, 1 മണി, 3 മണി, രാത്രി എപ്പോൾ കയറി വന്നാലും അമ്മയ്ക്ക് കുഴപ്പമില്ല. കാരണം അമ്മയ്ക്ക് അറിയാം ഇത്രയും പ്രായമാകുമ്പോൾ മക്കൾക്ക് ഇതൊക്കെ ആവശ്യമാണ്, ഇതിന് തന്നെയാണ് പോയി വരണേ എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. അമ്മ അത് കണ്ണടയ്ക്കും. കാരണം അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അവിടെ മരുമകൾ വരരുത്, മകൻ മാത്രം മതി ഇവരെ നോക്കാനായിട്ട്. കാരണം ഇവരുടെ പ്രയോറിറ്റി കുറയോ എന്നുള്ളൊരു പേടിയാണ് ഇവർക്ക്. കാരണം ഇവരുടെ അമ്മായിമ്മനെ നോക്കിയിട്ടില്ല, ഈ അമ്മായിമ്മ അവരുടെ അമ്മായിമ്മനെ നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാധനം ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഇവർക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവർ ഒറ്റപ്പെട്ട് ജീവിച്ചു, ഇവർക്ക് മകൻ വിവാഹം കഴിക്കരുത്. പിന്നെ നാട്ടുകാരൊക്കെ ചോദിക്കുമല്ലോ എന്താണ് മോനെ വിവാഹം കഴിപ്പിക്കാത്ത. അപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ച ഒരു സ്റ്റോറി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസുകളുണ്ട്. പിന്നെ ചിലതിലെന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ NPD അല്ലാത്ത വേറെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ, ചിലർക്ക് OCD, വൃത്തി അധികമായിട്ടുള്ളൊരു കാര്യമാണത്. അതായത് നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്തേക്കുള്ളൊരു വൃത്തി എന്ന് പറയൂലേ, അങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിച്ചത്. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാലേ പലരും ഇപ്പം എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ കുറേ ഉണ്ട്. ചിലർക്ക് ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് അറിഞ്ഞുകൂടാതെ സഫർ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ചിലർ ഡിപ്രഷനിലോട്ട് പോകുന്നു, ചിലർ സൂയിസൈഡ് ചെയ്യുന്നു, ചിലർ ജീവിച്ച പോലെ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ഇപ്പോൾ ഫ്രിഡ്ജും TV ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു മാനുവൽ ഉള്ളതുപോലെ നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മാനുവൽ എവിടെ നിന്നും കിട്ടുന്നില്ല. അത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ശരിക്കും സ്കൂളിൽ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ വെറുതെ പേരിന് ഇപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷേ ശരിക്കും അതിൻ്റെതായ രീതിയിൽ നമുക്ക് ക്ലാസ് ഇല്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കേണ്ട ആവശ്യത. ഇപ്പോൾ പല പെൺപിള്ളേരും ജോലി ഉണ്ടാവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും ജോലിയുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. പണം എങ്ങനെ സേവ് ചെയ്യാം, സമ്പാദിക്കാം എന്നുള്ളൊരു കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം, നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ എൻഷുവർ ചെയ്യണം. അതായത് ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് എല്ലാവരും. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ആൻസർ കിട്ടാത്തത് കൊണ്ടാണ് സൂയിസൈഡ്, വേറെ പല കാര്യങ്ങളിലോട്ടൊക്കെ അവർ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, സ്ട്രെസ്, ആങ്സൈറ്റി, നമ്മൾ ടൈം മാനേജ്മെൻറ്റ്, ആങ്കർ മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കണില്ലെന്ന് പറഞ്ഞ് നമ്മൾ പരാതിയൊന്നും പറയാതെ പോയി വല്ല ബുക്കൊക്കെ ഓർഡർ ചെയ്യും. നമുക്ക് ആമസോണിൽ ഒരുപാട് ബുക്ക് കിട്ടും, ഫ്ലിപ്കാർട്ടിൽ ബുക്ക് കിട്ടും, അടുത്തുള്ള ഷോപ്പിൽ ചെന്നാൽ ഇഷ്ടം പോലെ ബുക്ക് കിട്ടും. നമ്മുടെ ലൈഫിൽ ഏത് ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ ബുക്സ് അവൈലബിൾ ആണ്. വായനാശീലം നമുക്ക് നല്ലതാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് അത് കിട്ടിയില്ലെന്നുള്ള പരാതി അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബുക്ക് വായിച്ച് പഠിക്കുക. എല്ലാ ഏരിയനെ കുറിച്ചും, ലൈഫിൽ കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വൽ, അങ്ങനെ എല്ലാ ഏരിയയിലും അത്യാവശ്യം നോളജെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ വിവാഹം കഴിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വേറൊരെണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ സന്തോഷം കണ്ടെത്തരുത്. നമ്മളുടെ സന്തോഷം നമ്മളുടെ അകത്ത് തന്നെയാണ്.